ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് ഫെബ്രുവരി 6-ാം തീയതി. എല്ലാ സ്ഥലങ്ങളിലും ഫെബ്രുവരി 6-ാം തീയതി തന്നെയാണ് ഏകാദശി, ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ നാളെ തിങ്കളാഴ്ച നമ്മൾ ഏകാദശിക്ക് മുന്നോടിയായിട്ട് ഒരിക്കലെടുക്കണം. നിർബന്ധമായും എല്ലാവരും ഒരു നേരം മാത്രമേ അരിഭക്ഷണം കഴിക്കാവൂ. അതാണ് ഒരിക്കൽ എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പം പലർക്കും അങ്ങ് സംശയമാണ് എങ്ങനെയാണ് ഏകാദശി എടുക്കുന്നതെന്ന്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏകാദശിയുടെ തലേ ദിവസം ഒരു നേരം മാത്രം അരിഭക്ഷണം. നാളത്തെ ദിവസം നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കുക. അതിനുശേഷം വിളക്ക് കത്തിച്ച് വെച്ച് വിഷ്ണു സഹസ്രനാമമോ അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ അതല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന നാമമോ എന്തെങ്കിലും നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ജപിക്കുക. ഭാഗവതവും നാരായണീയവും ഒക്കെ ജപിക്കാം. നമ്മുടെ സൗകര്യം പോലെ എന്തുവാന്ന് വെച്ചാൽ ചെയ്യുക. എന്തായാലും പ്രാർത്ഥന മുടക്കരുത്. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ അടുക്കളയിൽ കയറി നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അരി കൊണ്ടുള്ള പലഹാരങ്ങളൊന്നും രാവിലെ കഴിക്കണ്ട. നിങ്ങൾക്ക് ഗോതമ്പ് മുതലായ ധാന്യങ്ങളൊക്കെ കഴിക്കാം. ചെറുപയർ പുഴുങ്ങി കഴിക്കാം. അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ നിങ്ങൾക്ക് ലഘുവായി കഴിക്കാം. നിങ്ങളുടെ രാവിലത്തെ ആഹാരത്തിനകത്ത് നമ്മൾ കൂട്ടാനൊക്കെ വെച്ച് കഴിക്കുവാണെങ്കിൽ ചുമന്നുള്ളി, വെളുത്തുള്ളി മുതലായ രജസ സ്വഭാവങ്ങളുള്ള പച്ചക്കറികൾ ഒഴിവാക്കുക. അപ്പോൾ നമ്മളൊരു ചമ്മന്തി അരയ്ക്കുന്നു, ചുമന്നുള്ളി ഒന്നും ചേർക്കണ്ട. ഒരു കൂട്ടാനൊക്കെ വെക്കുവാണെങ്കിൽ അതിനകത്ത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം രാവിലത്തെ ഭക്ഷണത്തിലും. ഇനി ഉച്ചക്കലത്തെ ഭക്ഷണം, ചോറ് വെക്കുക. ചോറിന് എന്തെങ്കിലും കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാം. പക്ഷേ അതിലും വെളുത്തുള്ളി, ചുവന്നുള്ളി മുതലായ പച്ചക്കറികൾ ചേർക്കാതെ ഉപയോഗിക്കുക. അങ്ങനെ എന്തെങ്കിലും കൂട്ടാൻ വെച്ച് കഴിക്കാം. അതിനുശേഷം വൈകുന്നേരവും പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്താഴം ഗോതമ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതല്ല, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഗോതമ്പ് അല്ലെങ്കിൽ ഇച്ചിരി ആഹാരം നന്നായി കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളവർക്ക് സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കാം. പക്ഷേ അരിഭക്ഷണം ഒരു നേരമേ ആകാവൂ. വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാം. അതിനകത്തും ചുവന്നുള്ളി, വെളുത്തുള്ളി മുതലായ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതല്ല, പ്രത്യേകിച്ച് ആരോഗ്യക്കുറവൊന്നും ഇല്ല, മരുന്നൊന്നും കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാലഡ്സ് പോലെ എന്തെങ്കിലും കഴിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാം. സന്ധ്യയ്ക്ക് മുമ്പ് നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു നിർത്തുന്നതാണ് നല്ലത്. ഇനി അതല്ല, സന്ധ്യ കഴിഞ്ഞു, ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം താമസിക്കുന്നുള്ളവർക്ക് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുക. നമ്മുടെ സാഹചര്യത്തിന് ആണല്ലോ എല്ലാത്തിനും പ്രധാനം. അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഒരിക്കലും നാളത്തെ ദിവസം എടുക്കുക. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ചുമന്നുള്ളി, വെളുത്തുള്ളിയുടെ ഉപയോഗം കുറയ്ക്കുക, ഇല്ലാതാക്കുക. അതാണ് നിർബന്ധം. ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ കൂട്ടാൻ വെക്കുമ്പോഴും ചുമന്നുള്ളി, വെളുത്തുള്ളി ഉപയോഗിക്കാതെ കൂട്ടാൻ വെക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു രുചി വ്യത്യാസമൊന്നും കുറയത്തൊന്നുമില്ല. അങ്ങനെ ഉപയോഗിക്കുക. ഇനി നോൺ വെജിറ്റേറിയൻ വേണ്ട. ഇതാണ് നാളത്തെ ദിവസം ചെയ്യാനുള്ളത്. പിന്നീട് നമ്മുടെ തിരുവനന്തപുരത്തെ പള്ളിച്ചൽ, നേമത്തുള്ള പള്ളിച്ചലിൽ നമ്മുടെ ഇസ്കോണിൻ്റെ ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മോത്സവമാണ്. 16, 17, 18 തീയതികൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. വരാൻ പറ്റുന്നവരെല്ലാവരും വരണം. അവരവരുടെ യഥാശക്തി വഴിപാടുകൾ ചെയ്യണം. വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് ദൂരെയുള്ളവർക്കാണെങ്കിലും നിങ്ങളുടെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പൈസ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ഫോൺ നമ്പറും ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ആ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട ഒരുപാട് പൈസ കൂടുതലുള്ള വഴിപാടുകളുമുണ്ട്, പൈസ കുറഞ്ഞ വഴിപാടുകളുമുണ്ട്. വഴിപാടുകളുടെ ലിസ്റ്റ് ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. പാതുക പൂജയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാതുക പൂജ ചെയ്യുന്നവർക്ക് പാതുക പൂജയ്ക്ക് കൊടുക്കാം. പാതുകം നമുക്ക് വീട്ടിൽ വെച്ച് പൂജിക്കാനുള്ള പാതുകത്തിൻ്റെ ആ ഒരു രൂപം നമുക്ക് തരും. അത് വീട്ടിൽ വെച്ച് നമുക്ക് വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് നമുക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പാതുക പൂജ ചെയ്യുന്നവർക്ക്. അതൊക്കെ നിങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാൽ മതി. ആ ക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പർ ആ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവനകൾ, ഇനി പൂജകൾക്കൊന്നും അതല്ല, അവിടെ ഒരുപാട് അന്നദാനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു 100 രൂപയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അവരവരുടെ വകയായിട്ട്.
അതിനും ഉള്ള സൗകര്യങ്ങളുണ്ട്. ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അവരവരുടെ യഥാശക്തി എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ആലോചിച്ചിട്ട് ചെയ്യുക. വീഡിയോ എല്ലാവരും പോയി കാണുക. അപ്പം ആ ക്ഷേത്രത്തിൻ്റെ ആ വീഡിയോയ്ക്കകത്ത് ക്ഷേത്രത്തെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ടാൽ ക്ഷേത്രത്തെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രമാണ്. ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ചേർന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോയൊക്കെ ഉണ്ട്, നിങ്ങളത് കാണണം. പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. ഇനി ചെയ്തില്ലെങ്കിലും സാരമില്ല, അതൊന്ന് കണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തുകയെങ്കിലും ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്. ഇതറിയാൻ കഴിയുന്നു, ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് തന്നെ ഭഗവാന്റെ ഒരു ഇച്ഛയാണ്. ഭഗവാനാണ് നിങ്ങളിലേക്ക് ഇതെല്ലാം എത്തിക്കുന്നതെന്ന് മാത്രം ചിന്തിക്കുക. ഇനി 6-ാം തീയതിയുള്ള ഏകാദശിയെപ്പറ്റി പറയാം. 6-ാം തീയതിയുള്ള ഏകാദശി ഷട്ടില ഏകാദശിയാണ്. ഷട്ടില, ഷട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെല്ലാവരും ഷഷ്ടിവ്രതം എടുക്കുന്നവരാണ്. ഷട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 തില എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളാണ്. അപ്പോൾ ഷട്ടിലയാണ് ഷട്ടില എന്ന് നമ്മൾ പറയുന്ന ഷട്ടില ഏകാദശി. ആ ഏകാദശിക്ക് വളരെ വളരെ പ്രത്യേകതയുണ്ട്. സാധാരണ ഏകാദശി പോലെയല്ല. ഓരോ ഏകാദശികൾക്കും ഓരോ ഭാവങ്ങളും രൂപങ്ങളുമാണ്. അപ്പോൾ ആ ഏകാദശി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഏകാദശിക്ക് നമ്മൾ നിർബന്ധമായും നാളത്തെ ദിവസം തന്നെ ഏകാദശിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് എള്ള് മേടിക്കണം. കറുത്ത എള്ള് അത് മേടിക്കുക. എന്നിട്ട് 6 തരത്തിൽ ഈ എള്ള് ഉപയോഗിക്കണം. രാവിലെ ഏകാദശി ദിവസം രാവിലെ കുളിക്കുന്ന വെള്ളത്തിൽ എള്ളിട്ടിട്ട് ആ വെള്ളം എങ്ങനെയാണ്, ഒരു ജലം എങ്ങനെയാണ് ഗംഗാജലം പോലെ പവിത്രമാക്കുന്നത്? ആ ജലം നമ്മൾ കൈക്കുമ്പിളിലെടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു ബക്കറ്റിലാണ് നമ്മൾ വെള്ളം എടുത്ത് കുളിക്കാനായിട്ട് എടുക്കുന്നത് അല്ലേ? അതിനകത്തു നിന്നും ഒരു കൈക്കുമ്പിൾ ജലം എടുത്തിട്ട് ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധവും ഗുരു എന്ന് പറയുന്ന ആ മന്ത്രം 3 തവണ ജപിച്ചിട്ട് ആ വെള്ളം ആ ബക്കറ്റിലേക്ക് ഒഴിക്കുക. അപ്പോൾ ആ ജലം എന്തായി? ഗംഗാജലം പോലെ പവിത്രമായി. ഈ മന്ത്രം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടിട്ടുള്ളവർക്കൊക്കെ അതറിയാൻ കഴിയും. അതല്ലെങ്കിലും ഞാനിപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ മന്ത്രം എഴുതിയിട്ടേക്കാം. ആ മന്ത്രം ചൊല്ലി 3 തവണ ചൊല്ലിയതിന് ശേഷം ആ ജലം നിങ്ങളുടെ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ജലം ഗംഗാജലം പോലെ പവിത്രമാകും. ആ ജലത്തിലേക്ക് കുറച്ച് എള്ള് ആ വെള്ളത്തിലിട്ടതിന് ശേഷം ആ എള്ള് വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഷട്ടില ഏകാദശി ദിവസം രാവിലെ കുളിക്കുന്നതിനായിട്ട്. എള്ള് പേസ്റ്റ് മേത്ത് തേക്കാമെന്ന് പറയുന്നുണ്ട്. എള്ളിൻ്റെ പേസ്റ്റ് കുറച്ച് എള്ളെടുത്തിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം സോപ്പ് ഉപയോഗിക്കേണ്ട. നമ്മൾ പയറുപൊടി മുതലായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുളിക്കുമല്ലോ, കടലപ്പൊടിയൊക്കെ ഉപയോഗിച്ച്. അതുപോലെ എള്ളിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ച് കുളിക്കുന്നവരുണ്ട്. ഇച്ചിരി എള്ള് പൊടിച്ചിട്ട് നമുക്ക് നമ്മളുടെ ശരീരത്തിലെല്ലാം ഒന്ന് തേച്ച് പുരട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ മുഖത്തെങ്കിലും ഒന്ന് അരച്ച് പുരട്ടിയതിന് ശേഷം നിങ്ങളൊന്ന് കഴുകി കളഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിച്ച് കുളിച്ചോളും, അത് പ്രശ്നമില്ല. അതല്ല, പയറുപൊടിയൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്നവരാണെങ്കിൽ അതിനകത്തേക്ക് ഇച്ചിരി എള്ളും കൂടെ പൊടിച്ച് ചേർത്ത് നിങ്ങൾക്ക് തേച്ച് കുളിക്കാം. അതല്ലെങ്കിൽ ഇച്ചിരി എള്ള് പേസ്റ്റെങ്കിലും ശരീരത്തൊന്ന് തേച്ച് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുഖത്തൊക്കെ എള്ളിൻ്റെ പേസ്റ്റ് തേക്കാം, നല്ലതാണ്. അപ്പോൾ 2 തരത്തിൽ എള്ള് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി 4 തരമാണുള്ളത്. എള്ള് നിർബന്ധമായും ദാനം ചെയ്യണം. കുറച്ച് എള്ളുകൊണ്ട് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കാം. അരി പലഹാരമല്ല, എള്ളുണ്ട പോലുള്ളത് ഉണ്ടാക്കാം. ഇനി മറ്റെന്തെങ്കിലും എള്ളുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എള്ളു പായസമോ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ സൗകര്യം പോലെ എള്ളുണ്ട, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ദാനം ചെയ്യാം. പ്രായമായവർക്ക് കൊടുക്കാം. എള്ളു പായസം, അപ്പോൾ എള്ളുണ്ട ചിലപ്പോൾ വലിയ ആളുകൾക്ക് കടിക്കാൻ പറ്റില്ല, കട്ടിയായിരിക്കും. അപ്പോൾ എള്ള് പായസം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിനകത്ത് വേണമെങ്കിൽ എള്ള് ചേർക്കാം. അങ്ങനെ ആഹാര പദാർത്ഥമായി നമ്മൾ അന്ന് എന്തെങ്കിലും ആഹാരങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ വ്രതം എടുക്കുന്നതെങ്കിൽ ചിലർ ഉപവസിക്കും, അതല്ല ചിലർ ആഹാരം കഴിച്ച് വ്രതം എടുക്കും. അങ്ങനെ ആഹാരം കഴിച്ച് പഴങ്ങൾ മാത്രം കഴിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ അന്ന് ആ പഴങ്ങളെല്ലാം അരിഞ്ഞിട്ട് അതിനകത്തേക്ക് എള്ളും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ആ പഴങ്ങൾ കഴിക്കാം. തേൻ ഉപയോഗിക്കരുത്, വഴുതനങ്ങ ഉപയോഗിക്കരുത്, ധാന്യങ്ങൾ ഉപയോഗിക്കരുത്.
പയറ്, കടല, ഗോതമ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ധാന്യവർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എള്ള് ഉപയോഗിക്കാം, പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം, തേൻ ഉപയോഗിക്കരുത്. പച്ചക്കറിയുടെ കൂട്ടത്തിൽ വഴുതനങ്ങ വേണ്ട. ബാക്കി പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ട് നാളത്തെ ദിവസമല്ല, ഏകാദശി ദിവസത്തെ ആഹാരക്രമമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞ ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞു അത് തിങ്കളാഴ്ച ദിവസത്തെ. ഏകാദശി ദിവസത്തെ ആഹാരക്രമമാണ് ഇപ്പോൾ പറയുന്നത്. രാവിലത്തെ കുളിയുടെ കൂട്ടത്തിൽ ആ വെള്ളം ഗംഗാജലം പോലെ പവിത്രമാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ശകലം എള്ളിട്ടിട്ട് ആ എള്ള് വെള്ളത്തിൽ കുളിക്കാം. എള്ള് പേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാം, മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം. 2 തവണയായി. 3-ാം തവണ എള്ള് ദാനം ചെയ്യാം. ഒന്നുകിൽ എള്ളായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ എള്ളിൻ്റെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ എള്ള് കഴിക്കാം. നമ്മൾ എന്ത് ആഹാരമാണോ കഴിക്കുന്നത് അതിനകത്തേക്ക് എള്ള് ചേർത്ത് കഴിക്കാം. അപ്പോൾ എത്രയായി? 4 തരമായില്ലേ. പിന്നെ പൂജയ്ക്ക് എള്ള് ഉപയോഗിക്കാം. ഭഗവാന് നൈവേദ്യം വെക്കുമ്പോൾ എള്ള് ഉപയോഗിക്കാം. നമ്മുടെ പഴങ്ങളൊക്കെ അരിഞ്ഞ് ഭഗവാന് നൈവേദ്യം വെക്കുമ്പോൾ അതിനകത്തേക്ക് എള്ളും കൂടെ ചേർത്ത് ഭഗവാന് വെക്കാം. എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാം. അതല്ല നെയ്യ് ഉപയോഗിച്ചാണ് കത്തിക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് എള്ളിടാം. എള്ള് തിരി കത്തിക്കാം, അതായത് പൂജയ്ക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ 6 തരത്തിൽ എള്ള് ഉപയോഗിക്കണം. ദാനം ചെയ്യണം. എന്തെങ്കിലും ഭക്ഷ്യസാധനങ്ങൾ അന്നത്തെ ദിവസം ദാനം ചെയ്തിരിക്കണം ഏകാദശി ദിവസം. ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് നാളെ തന്നെ എള്ള് മേടിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കറുത്ത എള്ളാണ് മേടിക്കേണ്ടത്. ഇതനുസരിച്ചിട്ട് കുറച്ച് എള്ള് മേടിച്ച് വെക്കുക. പൂജാക്കടകളിലൊക്കെ കിട്ടും. അതല്ലെങ്കിൽ മാർജിൻ ഫ്രീ പോലുള്ള എല്ലാ സ്റ്റോറുകളിലും ഇന്ന് എള്ള് കിട്ടും. അപ്പം ഇങ്ങനെയാണ് എള്ള് ഉപയോഗിക്കേണ്ടത്. 6 തരത്തിൽ എള്ള് ഉപയോഗിക്കണം. ഇനി ഷട്ട്ലി ഏകാദശിയുടെ കഥ എന്താണ്? ഒരു സമ്പന്നയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ദാനം ചെയ്യുമായിരുന്നു. വസ്ത്രങ്ങൾ ദാനം ചെയ്യും, പൈസയായിട്ട് ദാനം ചെയ്യും, ഇങ്ങനെ വീടൊക്കെ വെച്ച് ആളുകൾക്ക് കൊടുക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്യും. എന്നിട്ട് ഇതെല്ലാം എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ദാനം ചെയ്യും. അപ്പോൾ ആളുകളെല്ലാവരും ഇവർ വളരെ ദാനധർമ്മിഷ്ഠയാണ് എന്ന് പറയും ഈ സ്ത്രീ. അങ്ങനെ അവരങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇവരൊരിക്കൽ പോലും ആഹാരം ആർക്കും കൊടുക്കില്ല. വീട്ടിൽ ഭിക്ഷക്കാരൊക്കെ വരും, അവർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതാരെങ്കിലും അറിയുമോ? ഇല്ല. അതുകൊണ്ട് അതവർ കൊടുക്കില്ല. ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഇത് ഭഗവാൻ അറിഞ്ഞു. ഭഗവാൻ ഇവരെ ഒന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ അവരുടെ വീട്ടിൽ ചെല്ലുകയാണ്. ഭക്ഷണം ചോദിക്കുന്നു. ഈ സമ്പന്നയായ സ്ത്രീ ഈ പാവം ഭിക്ഷക്കാരനെ ആട്ടിപ്പായിച്ചു. ഇയാൾ വീണ്ടും ചെല്ലുന്നു. എന്തെങ്കിലും വിശക്കുന്നു, എന്തെങ്കിലും തരണമെന്നും പറഞ്ഞു. അപ്പോൾ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു? ഇയാളുടെ ഭിക്ഷാപാത്രത്തിനകത്തേക്ക് കുറച്ച് കളിമണ്ണ് വാരി വെക്കുന്നു. ഇയാൾ വളരെ നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അവിടെ വന്നതെന്ന് ഓർക്കുക. അതിനുശേഷം ഇവരുടെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഇവരുണ്ടാക്കി വെച്ച ഭക്ഷ്യസാധനങ്ങളെല്ലാം കളിമണ്ണായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്ത് പറ്റിയെന്നറിയാതെ അവർ വീണ്ടും അവരുടെ സ്റ്റോർ റൂമിലെ മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതുമെല്ലാം കളിമണ്ണ്. അപ്പോൾ എന്ത് പറ്റിയെന്നറിയാൻ മേലാതെ ഇവർ വീണ്ടും സാധനങ്ങൾ മേടിച്ച് ഇവരുടെ പാത്രത്തിനകത്തേക്ക് വെച്ച് കഴിയുമ്പോൾ അത് വീണ്ടും കളിമണ്ണാകുന്നു. അങ്ങനെ ഇവർ എന്ത് മേടിച്ചാലും അതെല്ലാം കളിമണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് ആഹാരം കഴിക്കാൻ പറ്റാതായി. ഇവർ ഭഗവാനെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തു പറ്റി, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ ഇവരുടെ സ്വപ്നത്തിൽ വന്നിട്ട് അവർ ചെയ്ത തെറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ദാനം ചെയ്തു, പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ദാനം. അന്നദാനമാണ് എല്ലാ ദാനങ്ങളിലേക്കാളും മഹത്തരം. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം ദാനം ചെയ്യണം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഷട്ട്ലി ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ദാനധർമ്മങ്ങൾ ഭക്ഷണദാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രയാസങ്ങൾ മാറുമെന്ന് പറയുന്നു. അങ്ങനെ ആ സ്ത്രീ ഷട്ട്ലി ഏകാദശി എടുക്കുകയും ആളുകൾക്ക്, സാധുക്കൾക്ക് ഭക്ഷണം, എള്ള് ചേർത്ത ഭക്ഷണം ദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഏകാദശി വ്രതം എടുത്താൽ മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ലക്ഷ്മി ദേവിയുടെ അപാരമായ കടാക്ഷം നമുക്കുണ്ടാകുമെന്നും സമ്പത്തിൻ്റെ ഒരു കുറവ് നമുക്കുണ്ടാകത്തില്ലെന്നും എല്ലാ തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും നമുക്കുണ്ടാകുമെന്നുമാണ് ഈ ഷട്ട്ലി ഏകാദശി എടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഏകാദശി എടുക്കുക. ഷട്ട്ലി ഏകാദശി മറ്റേ ഏകാദശികളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി നാളത്തെ ഒരിക്കൽ ഊണ്
വളരെ ശുദ്ധമായും വൃത്തിയോടും കൂടി എടുക്കുക. ഇനി അശുദ്ധികളുള്ളവരാണെങ്കിലും ക്ഷേത്രത്തിൽ പോവുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്യേണ്ടെന്നേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ആഹാരക്രമങ്ങളും പ്രാർത്ഥനകളുമെല്ലാം അതുപോലെ തന്നെ ചെയ്യുക. ദാനം ചെയ്യുക. എള്ളുണ്ടിയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കല്ല, പുറത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും പ്രായമായവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇച്ചിരി എള്ളുപായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ഭക്ഷണത്തിൽ എള്ളു ഉൾപ്പെടുത്തുക ഏകാദശി ദിവസം. ഇനി ഭക്ഷണം ഉപവസിക്കുന്നവരാണെങ്കിൽ അവർ കഴിക്കണ്ട. പക്ഷേ ദാനം ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. നിർബന്ധമായും ദാനം ചെയ്യണം. അപ്പോൾ നാളെ തന്നെ എന്ത് സംഭവിച്ചാലും കടയിൽ പോയി കുറച്ച് എള്ളു മേടിച്ചോണ്ട് വരണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഏകാദശി ഒരു കാരണവശാലും മുടക്കരുത്. അത്യന്തം വിശേഷപ്പെട്ട ഏകാദശിയാണ്. സാമ്പത്തികമായ ഭംഗിയായ ഒരു ഉയർച്ച നമുക്കെല്ലാവർക്കും ഉണ്ടാകും. മഹാലക്ഷ്മിയുടെ അപാരമായ അനുഗ്രഹം കിട്ടുന്ന ഒരു ദിവസമാണ് ഈ ഷട്ടിലെ ഏകാദശി ദിവസം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏകാദശി എടുക്കുക. ബ്രഹ്മോത്സവത്തിൽ വരാൻ പറ്റുന്നവരെല്ലാവരും വരിക. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംഭാവനകൾ അവിടേക്ക് കൊടുക്കുക. അതിൻ്റെ ഫോൺ നമ്പർ, ക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പർ ആ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി, പറഞ്ഞു തരും. അതുപോലെ ആ നമ്പറിൽ വിളിച്ചു കഴിയുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടതെന്ന് അവർ പറയും. അതനുസരിച്ചിട്ട് ചെയ്യുക. 100 രൂപയെങ്കിൽ 100 രൂപ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുക്കുക. അതൊരു പുണ്യമാണ്. അതുപോലെ പൂജകളുണ്ട്, ഒരുപാട് പൂജകളുണ്ട്. 1,00,000 രൂപ മുതൽ 500 രൂപ വരെയുള്ള പൂജകളുണ്ട്. അവരവരുടെ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക. പൂജകൾ ചെയ്തോളും. നിങ്ങൾ വിളിച്ച് പൈസ ഏൽപ്പിച്ചിരുന്നാൽ മതി. അതുപോലെ പാതുക പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പാതുക പൂജ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവിടുത്തെ പാതുകത്തിൻ്റെ ആ ഒരു രൂപം നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കാനായിട്ട് തരും. അയച്ചു തരണമെങ്കിൽ അതിന് ഏർപ്പാട് കൊടുത്താൽ മതി, അവരയച്ചു തരും. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എല്ലാവരും സഹകരിക്കുക, പങ്കെടുക്കുക. വരാൻ പറ്റുന്നവരെല്ലാവരും വരിക. ഞായറാഴ്ച ദിവസമെങ്കിലും വരിക. ആരൊക്കെയാണ് വിശിഷ്ട അതിഥികൾ, പുഷ്പാടങ്ങൾ എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പുഷ്പാഭിഷേകം വളരെ വിശേഷമാണ്. തീർച്ചയായിട്ടും വരണം. ആറ്റിങ്ങലുള്ള രമചേച്ചിയുണ്ട്, രമചേച്ചി വരണം. എങ്ങനെയെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ എത്താനായിട്ട് നോക്കണം. അതുപോലെ എല്ലാവരും വരണം. പിന്നെ ഒന്നും കൂടെ വിശദമായിട്ട് ഞാൻ ഏകാദശിയുടെ വീഡിയോ ഒന്നും കൂടി ഇടാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നാളത്തെ ദിവസം ഒരിക്കലെടുക്കുന്നതിന് എന്തെങ്കിലും ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറയാം. അതുപോലെ നാളെ തന്നെ പോയി കുറച്ച് എള്ള് മേടിച്ച് വെക്കുക. അതുപോലെ തേന്, വഴുതനങ്ങ മുതലായ സാധനങ്ങളൊന്നും ഏകാദശി ദിവസം ഉപയോഗിക്കാൻ പാടില്ല. അത് നിർബന്ധമായിട്ടും ആലോചിക്കുക. അപ്പോൾ കുറച്ച് ശർക്കരയും കൂടെ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എള്ളുണ്ടയോ എള്ളു പായസമോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിനും എള്ള്, അപ്പോൾ ഈ ശർക്കര ഉപയോഗിച്ചിട്ട് നമുക്ക് എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നാളെ തന്നെ ശർക്കരയും എള്ളും നിങ്ങൾ മേടിക്കുക. പിന്നെ ഒരിക്കലുണ്ണുക, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഏകാദശി ദിവസത്തെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നും കൂടെ പറഞ്ഞും അതുപോലെ തന്നെ പാരണ വീടുന്ന കാര്യം, ഓരോ സ്ഥലത്തെയും പാരണ വീടേണ്ടുന്ന സമയവുമെല്ലാം പറഞ്ഞ് ഞാൻ ഒരു വീഡിയോയും കൂടെ നാളത്തെ ദിവസം ഇടാം. അപ്പം അതും കൂടെ കണ്ടു കഴിയുമ്പം എല്ലാ കാര്യങ്ങളും വ്യക്തമാകും. എങ്ങനെയാണ് പാരണ വീടേണ്ടതും പാരണ വീടേണ്ടുന്ന സമയവും. ഇനി ഏകാദശി എടുക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയും കൂടെ എല്ലാവരും കാണുക. ബ്രഹ്മോത്സവത്തിൻ്റെ വീഡിയോ കാണാത്തവരെല്ലാവരും കാണുക. ഭഗവാനാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. നിങ്ങളിലേക്ക് ഈ വീഡിയോ വഴി എല്ലാം എത്തിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ ക്ഷണം സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവത്ഗീതയുടെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. വീണ്ടും തുടങ്ങിയായിരുന്നു ക്ലാസ്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങിയതാണ്. ഞാനത് കഴിഞ്ഞ ദിവസം 2 വീഡിയോ ഇട്ടിരുന്നു. എന്തു തന്നെയായാലും ഞാനത് പ്ലേലിസ്റ്റിൽ ഭഗവത്ഗീത എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോൾഡറിലുണ്ട്. എല്ലാവരും സമയം കിട്ടുമ്പോൾ ഭഗവത്ഗീതയുടെ ക്ലാസ് കാണണം. അത് വളരെ നല്ലതാണ് ഭഗവത്ഗീത പഠിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ഏകാദശി എടുക്കുക, ബ്രഹ്മോത്സവത്തിൽ പങ്കെടുക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.